ഓം ശരവണഭവായ നമ. ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗസ്തോത്രം. ശ്ലോകം 3. മയൂരാധിരൂഢം മഹാവാക്യഗൂഢം മനോഹാരിദേഹം മഹചിത്തഗേഹം മഹീദേവദേവം മഹാവേദഭാവം മഹാദേവബാലം ഭജേ ലോകപാലം. അർത്ഥം: മയിലിന്മേൽ സവാരി ചെയ്യുന്നവനെയും മഹാവാക്യങ്ങളുടെ രഹസ്യമായ സത്യസ്വരൂപിനെയും അത്യന്തം മനോഹരമായ രൂപമുള്ളവനെയും മഹാത്മാക്കളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനെയും വേദങ്ങളുടെ സാരമായവനെയും മഹാദേവന്റെ പുത്രനെയും ലോകത്തിൻ്റെ രക്ഷകനുമായ സുബ്രഹ്മണ്യ സ്വാമിയെ ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകം മുരുകഭഗവാന്റെ ബാഹ്യരൂപവും ആന്തരിക തത്വവും ഒരുപോലെ വിവരിക്കുന്നു. മയിൽ അഹങ്കാരത്തെ ജയിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. മുരുകഭഗവാൻ ദേവപുത്രൻ മാത്രമല്ല, വേദങ്ങളുടെ അന്തിമ സത്യമായ പരബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ്. അതിനാലാണ് ഭഗവാനെ മഹാവാക്യഗൂഢം എന്ന് വിളിക്കുന്നത്. ശ്ലോകം 4. യഥാ സന്നിധാനം ഗതാ മാനവാമേ ഭവാം ഭൂതിപാരം ഗതാസ്തേ തദൈവ ഇതി വ്യഞ്ജൻ സിന്ധുതീരെ യ ആസ്തേ തമീഢേ പവിത്രം പരാശക്തിപുത്രം. അർത്ഥം: എൻ്റെ സന്നിധിയിലെത്തുന്ന മനുഷ്യർ ഈ ജനന മരണരൂപിയായ സംസാരസാഗരം കടക്കുന്നു എന്ന സന്ദേശം ലോകത്തോട് പ്രഖ്യാപിക്കുന്നതിനായി സമുദ്രതീരത്ത് വസിക്കുന്ന പരാശക്തിയുടെ പുത്രനായ പവിത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഞാൻ സ്തുതിക്കുന്നു. ഈ ശ്ലോകം തിരുച്ചെന്തൂരിലെ മുരുകഭഗവാന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. സമുദ്രം ഇവിടെ സംസാരസാഗരത്തെ പ്രതിനിധീകരിക്കുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന ദുഃഖങ്ങളും ഭയങ്ങളും ആശങ്കകളും ഈ മഹാസാഗരത്തിലെ തിരകളെ പോലെയാണ്. മുരുകഭഗവാന്റെ തിരുവടികളിൽ ശരണാഗതി പ്രാപിക്കുന്ന ഭക്തന് ഈ സംസാരസാഗരം കടക്കാനുള്ള ശക്തി ലഭിക്കുന്നു. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് മുരുകഭഗവാന്റെ സാന്നിധ്യം തന്നെ മോക്ഷത്തിലേക്കുള്ള വാതിലാണ്.